ശ്രീ അനിൽ ബോസ്, ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല. ഇത് ഏത് വിധത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം? കാരണം വളർന്നു വരുന്ന ഓരോ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മരണം ഇങ്ങനെ ഇത്രയ്ക്ക് ലൈഫ് സെലിബ്രേറ്റ് ചെയ്തു പോയാൽ ഇങ്ങനെയൊരു ഘട്ടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ആശങ്കയുണ്ട്. എന്ത് വിധത്തിലാണ് ഈ ഇടപെടലുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പരിശോധനകൾ നടക്കുന്നത്, നമ്മുടെ മുന്നോട്ട് പോക്കിനെ ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കുറച്ച് ദിവസങ്ങളെങ്കിലും, പിന്നെല്ലാം സാധാരണ ഇതിലേക്ക് പോകും, പക്ഷെ കുറച്ച് ദിവസങ്ങളെങ്കിലും ഒരു ആശങ്ക ഉണ്ടാകും. അപ്പോൾ അതിനൊരു രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇപ്പോൾ അന്വേഷണം നടത്തി ഒരു ക്ലാരിറ്റി വരുത്തുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമായ ഇടപെടൽ കൂടി ഇതിൽ ആവശ്യമായി വരുന്നുണ്ടോ? ഈ ഇത്തരം ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്കിവിടെ തുടരണം എന്ന് അവരെ തോന്നിപ്പിക്കുക കൂടി വേണമല്ലോ. ഇതിൻ്റെ അകത്ത് ഇതൊരു രാഷ്ട്രീയ ദിശയിൽ ചർച്ച പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പല അന്വേഷണങ്ങളും വരുന്നു. ആ അന്വേഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകൾ ഒഴിവാക്കപ്പെടുന്നു. അത് പാർട്ടി മാറുന്ന നിലയിലുണ്ട്, ഈ വ്യവസായ ശൃംഖലയിലുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ 2020 സാബു. അതൊരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ ഒരു കേസില്ല, തൻ്റെ സ്ഥാപനത്തിനെതിരെ ഇല്ല, ഇന്ന് വരെ ഒരു നോട്ടീസ് പോലും വന്നിട്ടില്ല എന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ട് BJPയുടെ ഭാഗമായി മാറുമ്പോൾ രേഖകൾ പുറത്തു വരികയാണ്. സെബി അയച്ച നോട്ടീസുകൾ, അതുപോലെ തന്നെ അദ്ദേഹം ഫൈൻ അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം പുറത്തു വരികയാണ്. അപ്പം ഇതുവരെ അഴിമതിക്കെതിരെ സംസാരിക്കുന്നു, രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, കൊള്ളക്കാരാണെന്ന് പറഞ്ഞ് ഒരു പുതിയ മേച്ചിൽപ്പുറം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പോയി ഞാനിതാ വലിയ പ്രോജക്റ്റ് കൊണ്ടുവരുന്നു, കേരളം കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വ്യവസായിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടപടികൾ വരുമ്പോൾ അദ്ദേഹം പാർട്ടി മാറുന്നു, വേറൊരു ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിരക്ഷ ഉറപ്പുവരുന്നു. അത് ഒരു സ്ഥലത്തെ കാര്യമല്ല പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്ത് അടക്കം കോൺഗ്രസ് പാർട്ടിയുടെ താക്കോൽ സ്ഥാനമായ PCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തുപോയി പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയാകുന്ന കാണുകയാണ്. അപ്പം അവരുടെ രാഷ്ട്രീയ മാറ്റത്തെ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെ ഉയർന്നു വന്ന അലിഗേഷൻ, ഇപ്പം തന്നെ വിമാനാപകടത്തിൽ മരിച്ച അജിത് പവാർ, ആ അജിത് പവാറിൻ്റെ തന്നെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ 10,000 കോടിയുടെ അഴിമതി ആരോപണം. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു, കേസെടുക്കാൻ പോകുന്നു. തൊട്ട് പിറ്റേ ദിവസം അദ്ദേഹം BJPയുടെ ഭാഗമാകുന്നു, അദ്ദേഹത്തിനെതിരെ കേസില്ല, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സ്വാധീനമുണ്ട്, അവരെ കൂടെ ചേർക്കുക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ കേസിൽ അത് പണത്തിന്റെ മാത്രമാണോ, രാഷ്ട്രീയപരമായ വിഷയങ്ങളില്ലല്ലോ? എന്താണ് ഒരു സെക്കൻഡ്, ഞാൻ തർക്കത്തിനില്ലല്ലോ. നിങ്ങൾ ഇന്റർഫെയർ ചെയ്യാതെ, നമ്മളിവിടെ തർക്ക വിഷയമല്ലല്ലോ ഇത് രാഷ്ട്രീയ മത്സരമില്ല ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞത് ഇത്തരം നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതും കൂടി കൂട്ടി അങ്ങ് അന്വേഷിക്കട്ടെ. അതും കൂടെ കൂട്ടി അന്വേഷിക്കട്ടെ. സ്വയം ആത്മഹത്യ ചെയ്താണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ, ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദമുണ്ടോ, രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ, അത് അന്വേഷിച്ചോട്ടെ. അതുടനെ തന്നെ BJP ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല ഈ ചർച്ചയിൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വതന്ത്രമായി നീതിപൂർവമായി അന്വേഷണം വരണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആദ്യ റൗണ്ടിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. മലയാളികളിൽ 4ാമത്തെ പ്രധാനപ്പെട്ട വ്യവസായിയുടെ മരണമാണ്, മലയാളികൾ തന്നെ 4ാമത്തതാണ്. അത് മുൻപ് നടന്ന മരണങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ രേഖകൾ പുറത്തു വന്നോ? എന്തുകൊണ്ട് മരണപ്പെട്ടു, എന്താണ് അവരുടെ കൊലപാതകമായിരുന്നോ, അല്ലെങ്കിൽ അവർ ആത്മഹത്യയാണോ, അവരുടെ വ്യാവസായിക തകർച്ചയ്ക്കിടയാക്കിയ കാര്യമുണ്ടോ, അവർക്കെതിരെ അലിഗേഷൻ ഉണ്ടോ, അലിഗേഷൻ ഇന്ന് വരെ റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളെന്നുള്ള നിലയിൽ അത്യത്ഭുതമായി നാം നോക്കിക്കണ്ടിരുന്ന വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ നന്നായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, എല്ലാ തലത്തിലും നിന്ന് തുള്ളിച്ചാടി നിന്നിരുന്നൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മരിക്കുമ്പോൾ ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നോ കുടുംബത്തിന് പുറത്തു നിന്നോ ആ വ്യവസായ ശൃംഖലയിൽ നിന്നോ ഒരു അലിഗേഷൻ റൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മരണപ്പെട്ടിരിക്കുന്നു. മരണമാണോ, കൊലപാതകമാണോ, ഇത് നമുക്കെങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. ഏത് ഗവൺമെൻറ്റും ആകട്ടെ, ഇപ്പം കർണാടക ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു, അത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ മറ്റൊരു ഏജൻസി ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വരുത്തെ, അത് BJP. അങ്ങനെ വേണ്ട. ഇതിൽ സുതാര്യമായ അന്വേഷണം നടന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം.
യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. കാരണം ഇതൊരു തുടർക്കഥയാകാം. പ്രത്യേകിച്ച് മലയാളികൾ തന്നെ പല ആളുകൾ ലോകത്തെ അത്ഭുതമായി കരുതുന്ന രീതിയിൽ കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന അസൂയയോടുകൂടി ആളുകൾ കച്ചവട മേഖലയിൽ നോക്കിക്കാണുന്ന സമ്പന്നരുടെ പട്ടികയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് സംഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടേ? എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കണ്ടേ? തീർച്ചയായും അലിഗേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങളാണോ, ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ക്രമക്കേടുകൾ, ഇതൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം ഇങ്ങനെ മറവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകും.